കന്യകേ ദൈവമാതാവേ, കന്യമറിയമേ വിണ്ണിലെ രാജ, കന്യകേ ദൈവമാതാവേ, കന്യകേ ദൈവമാതാവേ. കന്യകാമറിയമേ വിണ്ണിലെ ദൈവമാതാവേ, പരിശുദ്ധ മറിയമെന്ന ദൈവമാതാവ്, കർത്താവിൻ്റെ അമ്മ, സകല സ്വർഗ ദൂതവൃന്ദഗണങ്ങളും സകല മാലാഖമാരും വിശുദ്ധരും ഒരുപോലെ സ്നേഹിച്ച് വന്ദിച്ച് വണങ്ങി പ്രകീർത്തിക്കുന്ന മധുര മനോഹര നാമം പരിശുദ്ധ മറിയം. അതെ, സകല തലമുറകളും അമ്മയെ, പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. ഭൂവിലെ ഓരോ മകനും മകളും, മാനവകുലം മുഴുവനും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക തന്നെ ചെയ്യും. അത് ദൈവഹിതമാണ്, അത് ദൈവത്തിൻ്റെ മനസ്സാണ്. പ്രിയമുള്ള സ്നേഹ സഹോദരങ്ങളെ, നമുക്കായി കാർമൽ ഗീതം ഒരുങ്ങുന്നു. പരിശുദ്ധ മാതാവിനെ വണങ്ങി സ്നേഹിച്ച് നമ്മൾ പാടുന്നു. ദൈവത്തിൻ്റെ അമ്മ, ഈശോ പറഞ്ഞു, ഈ അമ്മയെ ഞാൻ നിനക്ക് നൽകുന്നു, നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ. ഇതാ എൻ്റെ അമ്മയെ ഞാൻ നിനക്ക് നൽകുന്നു. നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ അമ്മയെ. ഈ ഗാനത്തിൻ്റെ ഈരടികൾ നമ്മുടെ ഹൃദയങ്ങളിൽ, അധരങ്ങളിൽ, കുടുംബങ്ങളിൽ ഒക്കെ നിറവായി മാറട്ടെ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ. ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ.
സ്നേഹത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നിൻ വേദനയിൽ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയത്തോണിൽ നിർമ്മല സ്നേഹ തെളിനീരു നൽകാം. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ. നിത്യം പരിശുദ്ധ മറിയമാമമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ. പാപച്ചേറ്റിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാൻ നിന്നെ എന്നും മാറോടു ചേർക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. ദീപക്, തകർച്ചയിൽ ആശ്വാസമേകുന്ന, തളർച്ചയിൽ ഒന്നാകുന്ന നിർമ്മല സ്നേഹത്തെളിനീരായ അമ്മയെക്കുറിച്ച് ഒരു മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ അമ്മയോടുള്ള ബന്ധത്തിൽ ദീപക് പാടി. എന്താണ് മാതാവിനോട് ഇങ്ങനെയൊരു ജീവിത അടുപ്പം വരുവാൻ കാരണം? ഒന്ന് വിവരിക്കാമോ? എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ടുപിരിഞ്ഞതാണ്. ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് 2 വയസ്സുള്ള സമയത്ത് എൻ്റെ അമ്മ മരിച്ചു. അതിനുശേഷം എനിക്ക് ഒരു അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും ആ ഒരു പരിലാളനവും അങ്ങനെയുള്ള എല്ലാ കെയറും എനിക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മയിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഞാൻ ഓരോ പരിശുദ്ധ അമ്മയുടെ കുറിച്ചുള്ള ഓരോ ഗാനങ്ങൾ പാടുമ്പോഴും ആ ഒരു അനുഭവവും ആ ഒരു സ്നേഹവും ആ ഒരു കെയറും എല്ലാം എനിക്ക് വളരെയധികം ഫീൽ ചെയ്തിട്ടുണ്ട്. പഠനമേഖല ഇപ്പം എന്ത് ചെയ്യുന്നു ഇപ്പം ദീപക്?
ഇപ്പം ഞാൻ MA ചെയ്യാണ് കേരള യൂണിവേഴ്സിറ്റി മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. എന്തെങ്കിലും ഈ സംഗീത വഴികളിൽ പ്രത്യേക അനുഭവമുണ്ടോ? പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള സ്നേഹവാത്സല്യത്തിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക് 1ാം സമ്മാനം കിട്ടിയുണ്ടായി. അതെ. അപ്പോൾ എനിക്ക് എൻ്റെ മൂത്ത ചേച്ചി ഒരാളുണ്ട്, ദീപ, പുള്ളിക്കാരത്തി. അപ്പോൾ എനിക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു ഇത് പ്രൈസ് കിട്ടും. കാരണം അത്രയും വലിയ വലിയ ആളുകളുടെ മക്കളൊക്കെ പാടുന്നുണ്ട്, കുറേ നല്ല സിംഗേഴ്സ്, സ്റ്റാർ സിംഗേഴ്സ്, അവരും പിള്ളേരെല്ലാവരും ഉള്ള കാരണം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പ്രോഗ്രാമിനൊക്കെ പാടിയിട്ട് ഈ മത്സരത്തിന് പാടി ഞാൻ തിരിച്ചു പോന്നു. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ഫോണിൽ വിളിച്ചു. യൂണിയനിലൊരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ദീപക്, നിനക്ക് ലൈറ്റ് മ്യൂസിക് 1ാം സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനാകെ ത്രില്ലടിച്ചു പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഫ്രണ്ട്സിനെയും അവരെ ഒക്കെ എല്ലാവരും ഇങ്ങനെ അറിയിച്ച്, അപ്പോൾ പെട്ടെന്ന് മൂത്ത ചേച്ചീനെ വിളിച്ച് ഇങ്ങനെ, ചേച്ചി എനിക്ക് പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ആണോ? നീ പാടിക്കൊണ്ടിരുന്ന ആ സമയത്ത്, അതിനു മുമ്പ് നീ എന്നെ വിളിച്ചപ്പോൾ മുതൽ ഞാനിവിടെ മുട്ടി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊന്ത ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. കുഞ്ഞുനാളിൽ 2 വയസ്സുള്ളപ്പോൾ തൻ്റെ പെറ്റമ്മ തന്നിൽ നിന്ന് വിട പറഞ്ഞ ആ നൊമ്പരത്തിൻ്റെ സാക്ഷ്യം, അവിടെ മുതൽ ആ കുഞ്ഞു മനസ്സിന് സാന്ത്വനമേകിയത്, താരാട്ടുപാടിയത് പരിശുദ്ധ കന്യകാമാതാവായിരുന്നു. അത് ആ മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാ. വീണ്ടും നമ്മൾ കണ്ടറിഞ്ഞു എല്ലാ വഴികളിലും ആ മകന് കൂടെയുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയായിരുന്നു. പഠനമേഖലയിൽ, മത്സരവേദികളിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്നപ്പോൾ പോലും 1ാം സ്ഥാനത്തിൻ്റെ നിറവ് നൽകി നയിക്കുവാൻ പരിശുദ്ധ അമ്മ കരം പിടിച്ചു. കുഞ്ഞനുജൻ മത്സരത്തിന് കയറുമ്പോൾ ഒരു ചേച്ചി പിന്നിൽ വിദൂരതയിലിരുന്നു കൊണ്ട് മുട്ടുകുത്തി കരങ്ങളിൽ ജപമാല പിടിച്ചു. അതെ, ജീവിത വിജയ വഴിത്താരകളിലേക്ക് പരിശുദ്ധ അമ്മ എന്നും ബലം പകരും, കരം പിടിക്കും, വിജയം നൽകും. കാരണം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിത വിജയം കൈവരിച്ചവളാണ് പരിശുദ്ധ അമ്മ. നമുക്ക് ശ്രവിക്കാം തുടർന്നും ആ അമ്മയെക്കുറിച്ചുള്ള സ്നേഹവർണ്ണനകൾ. ദീപക് നമുക്ക് വേണ്ടി വീണ്ടും പാടുന്നു പരിശുദ്ധ അമ്മയുടെ സ്നേഹ പ്രകീർത്തനം.
കഥനത്തിനണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കുന്ന ആശ്വാസമേ, വാത്സല്യത്തിൻ നറുതേൻ പകരും വ്യാകുലനാദേ വരദായികേ, വാത്സല്യത്തിൻ നറുതേൻ പകരും വ്യാകുലനാദേ വരദായികേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ആകാശമോക്ഷത്തിൻ വാതിലേ, ആശ്രിതർക്കെന്നെന്നും ആലംബമേ, ആകാശമോക്ഷത്തിൻ വാതിലേ, ആശ്രിതർക്കെന്നെന്നും ആലംബമേ, പുലർക്കാലത്തിൻ ഒളിയായി തെളിയും പരിപൂജിത ചൈതന്യം പൊൻതാരമേ, പുലർക്കാലത്തിൻ ഒളിയായി തെളിയും പരിപൂജിത ചൈതന്യം പൊൻതാരമേ, സ്വർലോകരാജ്ഞിയ മാതാവേ, സുവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കഥനത്തിലണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കുന്ന ആശ്വാസമേ, വാത്സല്യത്തിൻ നറുതേൻ പകരും വ്യാകുലനാഥേ മരിയാമ്പികേ. കഥനത്തിൽ കൂടെയുണ്ട് ഈ അമ്മ. കണ്ണുനീർ തുടയ്ക്കുന്ന വാത്സല്യമായി അമ്മ അരികിലുണ്ട്. വാത്സല്യത്തിൻ്റെ നറുതേൻ പകരുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയണം. വ്യാകുലനാഥ, വ്യാകുല വാളാൽ മുറിവേറ്റ ഹൃദയവുമായി ആ നൊമ്പരം
ഹൃദയത്തിൽ പേറിയാണ് അമ്മ നമുക്കായി വാത്സല്യം നൽകുക. അതേ പ്രിയമുള്ളവരെ, ലോകത്തിൽ എല്ലാ അമ്മമാരും തങ്ങളുടെ മക്കൾ ജീവിക്കണം, അവർ മിടുക്കരായി വളരണം എന്ന ആഗ്രഹവുമായി അവരെ വളർത്തുമ്പോൾ ഒരമ്മ തൻ്റെ മകൻ മരിക്കുവാൻ വേണ്ടി വളർത്തി. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ ഒരു മോനെ അമ്മ ബലി നൽകുകയായിരുന്നു നമുക്ക് വേണ്ടി. ഈ നല്ല അമ്മയുടെ ധീരത, ഈ നല്ല അമ്മയുടെ വാത്സല്യം, അതെ, പെറ്റമ്മ മറഞ്ഞുപോയവർക്ക്, പെറ്റമ്മ വിട പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നീങ്ങിയവർക്ക് ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. അതെ, സ്വന്തം അമ്മ വേർപിരിഞ്ഞു പോകുന്നത് എല്ലാ മക്കൾക്കും ഹൃദയനൊമ്പരത്തിൻ്റെ ഭാരപ്പെടലാണ്. പ്രിയമുള്ളവരെ, അവിടെ ഈശോ പറയുകയാണ്, എൻ്റെ അമ്മയുണ്ടല്ലോ നിനക്ക്, ഇതാ നിൻ്റെ അമ്മയെന്ന്. നമുക്ക് ഈ പരിശുദ്ധ അമ്മയെ നമ്മുടെ സർവസ്വവുമായി സ്വീകരിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധനായ കർത്താവ് നൽകിയ ഈ അമ്മയെ, കർത്താവിൻ്റെ അമ്മയെ, ദൈവമാതാവിനെ നമുക്ക് വണങ്ങാം, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് നൽകിയ ഈ സ്നേഹ സമ്മാനത്തെ, ഈ അമ്മയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതെ, പെറ്റമ്മ മരിച്ചുപോയി ആ നൊമ്പരത്താൽ കഴിയുന്ന അനേക മക്കളുണ്ടല്ലോ കർത്താവേ. അമ്മയുടെ ഒരു വാത്സല്യ തലോടൽ പോലും ഏൽക്കുവാൻ കഴിയാതെ അമ്മ വേർപരിഞ്ഞിരുന്ന ദുഃഖത്തിൽ വിങ്ങിക്കരയുന്ന അനേക മക്കൾക്ക് വേണ്ടി ഈശോ അവിടുത്തെ ഈ നല്ല അമ്മയെ അങ്ങ് നൽകിയല്ലോ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ മേരി, അമ്മ ചെന്ന് എല്ലാ മക്കൾക്കും സാന്ത്വനവും ആശ്വാസവും പ്രദാനം ചെയ്യണമേ. അമ്മയുടെ വിമല ഹൃദയത്തിൽ എല്ലാ മക്കളെയും ചേർത്ത് നിർത്തണമേ. ആമേൻ.